സ്റ്റീം വെള്ളം ചൂടാക്കി ആ സ്റ്റീം വെച്ച് എന്ത് മെക്കാനിക്കലുകാരൊക്കെ എന്ത് ചെയ്യും ഇടിക്കട്ടാ മെക്കാനിക്കലുകാർക്ക് അറിയാം അല്ലേ സ്റ്റീം ഇൻപുട്ടാണ് കൊടുക്കുന്നത് വെള്ളം ചൂടാക്കിയിട്ട് ആ സ്റ്റീമാണ് അതിനകത്തോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ന്യൂക്ലിയറിലായാലും അതേ പരിപാടിയാണ് ന്യൂക്ലിയറിനകത്ത് ഇപ്പോൾ തെർമലിൽ മറ്റേ കരിയില കൂട്ടിയിട്ട് കത്തിക്കും ന്യൂക്ലിയറിൽ ആ കത്തിക്കുന്നതിന് പകരം ഒരു ന്യൂക്ലിയർ പ്രോസസ്സ് നടത്തുമെന്നേ ഉള്ളൂ അല്ലാതെ ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു 60% ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഭാഗങ്ങൾ എവിടെയുണ്ട് തെർമലിലും ഉണ്ട് അപ്പോൾ ആ ചൂടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഹീറ്റ് എനർജി ഉണ്ടാക്കുന്ന രീതിക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസം അത് കഴിഞ്ഞുള്ള പാർട്ടൊക്കെ ഏകദേശം സെയിമാണ് ഓക്കെ ആണേ ശരി അപ്പം മൂന്നിനകത്തും കോൺസ്റ്റൻറ്റ് സ്പീഡ് മെഷീൻ ആയിരിക്കണം സിങ്ക്രണസ് ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത് പിന്നെ PSC യുടെ ഓപ്ഷനിൽ സിങ്ക്രണസ് ജനറേറ്റർ ഉള്ളതിന് എന്ന് പറയുന്നതിന് പകരം PSC പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഒരു ഒറ്റ വാക്കാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കലുകാർ കേട്ടിട്ടുള്ള വാക്കായിരിക്കും ഓൾട്ടർനേറ്റർ AC ജനറേറ്റർ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് ഓൾട്ടർനേറ്റർ അറിയത്തില്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോണം സിങ്ക്രണസ് ജനറേറ്റർ ഇസ് അതർവൈസ് കോൾഡ് ഓൾട്ടർനേറ്റർ സിങ്ക്രണസ് ജനറേറ്ററിനെ ഓൾട്ടർനേറ്റർ എന്നും വിളിക്കാറുണ്ട് ഓൾട്ടർനേറ്റിംഗ് ജനറേറ്റർ അല്ലെങ്കിൽ AC ജനറേറ്റർ എന്നുള്ളതിൻ്റെ ഒറ്റ വാക്കാണ് ഓൾട്ടർനേറ്റർ AC ജനറേറ്റർ എന്നുള്ളതിൻ്റെ ഒറ്റ വാക്കാണ് ഓൾട്ടർനേറ്റർ തെർമൽ പവർ പ്ലാന്റ് PSC യുടെ കണക്കിൽ ഒരെണ്ണേ ഉള്ളൂ 2 ഡീസൽ പവർ പ്ലാന്റ് ഉണ്ട് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഡീസൽ പവർ പ്ലാന്റിൽ ഡീസൽ കത്തിച്ച് വെള്ളം ചൂടാക്കുന്ന പരിപാടിയൊന്നുമല്ല നമ്മളെ വണ്ടിയില്ലേ ഡീസൽ വണ്ടി അതിനകത്ത് ഡീസൽ എൻജിൻ മറ്റേ പിസ്റ്റൺ വെച്ചല്ലേ വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് ഷാഫ്റ്റിന് കൊടുത്ത് റൊട്ടേഷനാക്കി എടുക്കുമല്ലേ അതേ പ്രോസസ്സാണ് ഡീസൽ പവർ പ്ലാന്റ് ഡീസൽ കത്തിക്കും നമ്മളെ വണ്ടിയിൽ ഇരിക്കുന്ന കണക്കുള്ള ഒരു വലിയ ഡീസൽ എൻജിൻ വെച്ചാണ് ഡീസൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് അത് തെർമലല്ല അത് ഡീസൽ കത്തിക്കുന്നില്ല ഡീസൽ കത്തിക്കുന്നുണ്ട് പക്ഷേ ചൂടിന് വേണ്ടിയല്ല ഡീസൽ കത്തിക്കുന്നത് മറ്റേ നിങ്ങൾ മെക്കാനിക്കലുകാർക്ക് അറിയാമല്ലോ മറ്റേ സക്ഷൻ സ്ട്രോക്കാ കംപ്രഷൻ സ്ട്രോക്കാ അങ്ങനെ എന്തൊക്കെ സംഭവമില്ലേ പിസ്റ്റൺ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് 2 ഉണ്ട് കേരളത്തിൽ ഒന്ന് ബ്രഹ്മപുരവും ഒന്ന് കോഴിക്കോട് ഡീസൽ പവർ പ്ലാന്റിൽ 2 ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ മെഷീൻസിനകത്തോട്ട് പയ്യെ പോയാലോ മെഷീൻസിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ആദ്യം നമ്മൾ പഠിക്കുന്നത് DC മെഷീൻസിനെ പറ്റിയായിരിക്കും DC മെഷീൻസ് നിങ്ങളെ മോഡ്യൂൾ 4-നകത്ത് അല്ലെങ്കിൽ ചാപ്റ്റർ 4-നകത്ത് പറഞ്ഞേക്കുന്നതും DC മെഷീൻസിനെ പറ്റിയ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല പക്ഷേ കുഞ്ഞി പ്രോബ്ലങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ മാത്രമല്ല എന്തെങ്കിലും തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ഇത് മാറ്റിയാൽ അതിനെന്തോ പറ്റും അല്ലെങ്കിൽ സ്പീഡ് കൂടിയാൽ എന്തോ പറ്റും സ്പീഡ് കൂടാനുള്ള കാരണം സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പറ്റുന്നത് എന്തുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും തിയറി ചോദിക്കുന്നെങ്കിലും ചോദിക്കാൻ ചാൻസ് കൂടുതൽ കുറേ കാര്യങ്ങൾ കാണാതെ പഠിക്കാനുള്ള കാര്യങ്ങളും ഉണ്ട് എന്നാലും കൂടുതൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ റീസൺ ചോദിച്ചുകൊണ്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ചെയ്യാവുന്ന ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ക്വാണ്ടിറ്റീസ് ഇതിനകത്തൊക്കെ വരും ഫ്ലക്സ് ഡെൻസിറ്റി ആ കാര്യങ്ങളെല്ലാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന മാർഗ്ഗങ്ങൾ പിന്നെ EMF എന്ന് പറയുന്ന വാക്ക് ടോർക്ക് എന്ന് പറയുന്ന വാക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രധാനമായിട്ട് വരും അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന മെഷീൻ DC മെഷീനാണ് DC മെഷീൻ 2 തരത്തിലുണ്ട് എന്ന് നമുക്കറിയാം DC മെഷീനിൽ ഒരെണ്ണം DC ജനറേറ്ററും ഒരെണ്ണം DC മോട്ടറും ആദ്യം നമ്മൾ ഡീൽ ചെയ്യുന്നത് DC ജനറേറ്ററിനെ പറ്റിയായിരിക്കും DC ജനറേറ്റർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാക്കിക്കോണം കള്ളത്തരമാണ് അയാൾ എന്ത് ജനറേറ്റ് ചെയ്യുന്നില്ല DC ജനറേറ്റ് ചെയ്യുന്നില്ല ദ AC പവർ ജനറേറ്റഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു DC ഓക്കെ ആണേ അപ്പോൾ DC ജനറേറ്റർ എന്ന് ഹെഡിങ് എഴുതിക്കോ DC ജനറേറ്റർ എന്ത് എനർജീനെ എന്ത് എനർജിയാക്കി മാറ്റുന്ന ആളാണ് ജനറേറ്റർ മെക്കാനിക്കൽ എനർജിയാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് മെക്കാനിക്കൽ എനർജി ആരെങ്കിലും പിടിച്ച് കറക്കിയാൽ അയാൾ കറങ്ങും ആ കറക്കം അനുസരിച്ച് അയാൾ എന്ത് ജനറേറ്റ് ചെയ്യും ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യുക അല്ലെ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യും അപ്പോൾ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആ കൺവേർഷൻ നടത്തുന്ന ആളുടെ പേരാണ് DC ജനറേറ്റർ DC ജനറേറ്റർ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ആ കൺവേർഷൻ പ്രോസസ്സ് ആര് വഴിയാണ് നടപ്പാക്കുന്നതെന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് വഴിയാണ് ആ പരിപാടി ആൾ നടപ്പിലാക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത് മാഗ്നറ്റിക് ഫീൽഡ് വഴിയാണ് വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ DC ജനറേറ്റർ എന്ന് ചോദിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് നമ്മൾ ഈ പറഞ്ഞ ഫാരഡേസ് ലോയും ലെൻസ് ലോയും ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്
ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ DC ജനറേറ്റർ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സംഭവമൊക്കെ ഓക്കെയാ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പക്ഷേ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടാണ്. EMF ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്. EMF ജനറേറ്റ് ചെയ്യുക എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ജനറേറ്റഡ് EMF അങ്ങനെ പറയേണ്ടത്. എങ്കിലും EMF ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം EMFനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചാലും പോരെ. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കിയാൽ പോരെ. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവണമെങ്കിലുള്ള മാർഗം ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും അല്ലെങ്കിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. ജനറേറ്ററിന് നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് എന്തുവാ? മെക്കാനിക്കൽ എനർജി. നിങ്ങൾ പിടിച്ച് കറക്കിയതാണ്, നിങ്ങളല്ലെങ്കിൽ ബംഗാളി, അതല്ലെങ്കിൽ പിടിച്ച് കറക്കാൻ വേറൊരു മനുഷ്യനുണ്ട്. ആരായാലും ആരോ പിടിച്ച് കറക്കിയിട്ടുണ്ട് അയാളെ. അപ്പോൾ ഇൻപുട്ട് കൊടുത്തത് മെക്കാനിക്കൽ എനർജിയാണ്. എന്തുണ്ട് അവിടെ? കറക്കം അല്ലെ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഇൻഡ്യൂസ്ഡ് EMF? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഇനി എഴുതണ്ട. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് DC ജനറേറ്ററിനകത്തുള്ളത്. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കണം. ജനറേറ്ററിന് നിങ്ങൾ കൊടുത്ത മെക്കാനിക്കൽ ഇൻപുട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് പിടിച്ച് കറക്കി എന്ന് പറയുന്നത്, നിങ്ങളതല്ല, ആരെ വെച്ചാണോ നിങ്ങൾ ആ കറക്കം നടപ്പിലാക്കിയത്, ആരാണോ ജനറേറ്ററിനെ ആദ്യമായിട്ട് മൂവ് ചെയ്യിക്കുന്നത്, അയാളെ പറയുന്ന പേരാണ് പ്രൈം മൂവർ. ജനറേറ്ററിന് ആദ്യത്തെ മൂവ്മെൻറ്റ്, അങ്ങോട്ട് ആദ്യത്തെ മൂവ്മെൻറ്റ് ജനറേറ്ററിന് കൊടുക്കുന്ന ആൾ, പിടിച്ച് കറക്കുന്ന ആളുടെ പേരാണ് പ്രൈം മൂവർ. പ്രൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത്, മൂവർ, പ്രൈം മൂവർ. ആദ്യം മൂവ് ചെയ്യിപ്പിക്കുന്ന ആളാണ് പ്രൈം മൂവർ. ഏതൊരു റൊട്ടേറ്റിംഗ് മെഷീനിലും, മൂവ് ചെയ്യുന്ന ഏതൊരു മെഷീനിനും രണ്ട് ഭാഗങ്ങൾ കാണും. ട്രാൻസ്ഫോമറിന് ആ രണ്ട് ഭാഗങ്ങൾ കാണത്തില്ല. കാരണം ട്രാൻസ്ഫോമർ എന്തല്ല? മൂവിങ് മെഷീൻ അല്ല. മൂവ് ചെയ്യുന്ന എല്ലാ മെഷീൻസിൻ്റെയും ടോട്ടൽ പാർട്സിനെ, അതിലെ എല്ലാ ഭാഗങ്ങളെയും രണ്ട് തരത്തിലായിട്ട് തിരിച്ചെഴുതാം, അല്ലെങ്കിൽ രണ്ട് ലിസ്റ്റിൻ്റെ കീഴിൽ എഴുതാം. ഒന്ന് സ്റ്റേറ്റർ. മൂവ് ചെയ്യാത്ത പാർട്സിനെ എല്ലാം കൂടെ ചേർത്താ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റേറ്റർ. മൂവ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയാണ് റോട്ടർ എന്ന് വിളിക്കുന്നത്. റോട്ടറിനകത്തുള്ള എല്ലാവരും മൂവ് ചെയ്യണമെന്നില്ല. ആ മൂവ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അനുബന്ധപ്പെട്ട എല്ലാവരെയും ഏതിൻ്റെ കീഴ്പ്പെടുത്തും? റോട്ടറിൻ്റെ. മൂവ് ചെയ്യാതിരിക്കുന്ന സിസ്റ്റങ്ങളെ മിക്കവാറും എല്ലാവരുടെയും അവരുടെയും അവരുടെ സഹായികളെ എല്ലാം കൂടെ ചേർത്ത് ഏതിൻ്റെ കീഴ്പ്പെടുത്തും? സ്റ്റേറ്റർ. അപ്പം മൂവിങ് പാർട്ട് റോട്ടറും. റോട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് റൊട്ടേറ്റിംഗ് എന്നുള്ള വാക്ക് ഒളിച്ചിരിപ്പുണ്ട്. മൂവ് ചെയ്യുന്ന പാർട്ടാണ് റോട്ടർ. സ്റ്റേറ്ററിനകത്ത് സ്റ്റേഷനറി എന്നുള്ള വാക്ക് ഒളിച്ചിരിപ്പുണ്ട്. മൂവ് ചെയ്യാത്ത പോർഷനാണ് സ്റ്റേറ്റർ. മെക്കാനിക്കലായ മെഷീൻസിൽ ഇത് കേട്ടിട്ടില്ലെങ്കിലും മെക്കാനിക്കലിൽ ഇത് കേട്ടിട്ടുണ്ടല്ലേ? മോട്ടറിൻ്റെ റോട്ടർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മൂവ് ചെയ്യാത്ത പാർട്ട് സ്റ്റേറ്ററും മൂവ് ചെയ്യുന്ന പാർട്ട് റോട്ടറും. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഒക്കെ ആണെന്ന് പറഞ്ഞാലും EMF എങ്ങനെ ഉണ്ടാവുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നേരത്തെ വരച്ച അതേ ഫിഗർ, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഫ്ലക്സ് ലൈൻസ് പോകുന്നു. ഇതൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഈ നോർത്തും സൗത്തും ഒന്നും ഇങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. മെഷീനെ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ രീതിയിലൊന്നും അല്ല ഇരിക്കുന്നത്. വൈൻഡിങ് കണ്ടാലും ഇങ്ങനെ ആയിരിക്കത്തില്ല ഇരിക്കുന്നത്. കാര്യം അറിയാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമായത്. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് മൂവ് ചെയ്യുന്ന ഫ്ലക്സ് ലൈൻസ് ഉണ്ട്. ആ ഫ്ലക്സ് ലൈൻസിനിടയ്ക്ക് ഒരു കണ്ടക്ടറിനെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ആ കണ്ടക്ടറിനെ എന്ത് ചെയ്യും? മൂവ് ചെയ്യിക്കും. ഇവിടെ മൂവ് ചെയ്യുന്ന ആൾ കണ്ടക്ടറാണ്. കണ്ടക്ടർ ഈസ് മൂവിങ്. മൂവ് ചെയ്യുന്ന ആൾ കണ്ടക്ടറാണ്. കണ്ടക്ടർ ഈസ് മൂവിങ്. അപ്പം ഏത് പാർട്ടിൻ്റെ കീഴിലാണ് കണ്ടക്ടർ വരിക? റോട്ടറിൻ്റെ കീഴിൽ. റോട്ടറിൻ്റെ കീഴിലാണ് കണ്ടക്ടർ വരും. അതിപ്പോൾ എഴുതണ്ട, ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതേപ്പറ്റി നമുക്ക് വിശദമായിട്ട് എഴുതാം. കണ്ടക്ടർ എന്നുള്ളതിന് പകരം കുറച്ചും കൂടെ നല്ല ടെക്നിക്കൽ വാക്ക് കോയിൽ എന്നാണ്. മെറ്റൽ പാർട്ട് തന്നെ, കോയിൽ തന്നെ കണ്ടക്ടർ. ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ട് കോയിലും കണ്ടക്ടറും ടേണും തമ്മിലുള്ള വ്യത്യാസമൊക്കെ എന്തുവാ, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ കൂടെ പറയാം. ഇന്നത്തെ ക്ലാസ്സിലല്ല, വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളും അവരുടെ ബേസിക് സർക്യൂട്ടും കുറച്ച് റിലേഷൻസ് മാത്രം പറയാം. അപ്പം മൂവിങ് കണ്ടക്ടറാണ്. കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ആരെ കട്ട് ചെയ്യും? അപ്പോൾ എഴുതിക്കോ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമല്ല, ജസ്റ്റ് ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം മാത്രമാണ്. കണ്ടക്ടർ ഈസ് മൂവിങ്. കണ്ടക്ടർ മൂവ് ചെയ്താൽ ആരെ കട്ട് ചെയ്യും? കട്ട് ദ ഫ്ലക്സ് ലൈൻസ്. കണ്ടക്ടർ മൂവ് ചെയ്യുന്നു, ഫ്ലക്സ് ലൈൻസ് കട്ടാവുന്നു.
കട്ടിങ് ദ ഫ്ലക്സ് ലൈൻസ്. ഫ്ലക്സ് ലൈൻസ് കട്ട് ചെയ്യുന്നു. പിന്നെ എന്ത് പറ്റുന്നു? ഇ എം എഫ് ഇൻഡ്യൂസ് ആവുന്നു. ഇ എം എഫ് ഇൻഡ്യൂസ് ആവുന്നു. എഴുതുപോലെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കണ്ടക്ടർ മൂവ് ചെയ്തു, ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്തു, ഇ എം എഫ് ഇൻഡ്യൂസ് ആയി. എവിടെ? എവിടെ? കണ്ടക്ടറിൽ. പിന്നെ മാഗ്നറ്റിൻ്റെ പുറത്താണ് ഇ എം എഫ് ഇൻഡ്യൂസ് ആകുമ്പോൾ. കണ്ടക്ടറിൽ. കണ്ടക്ടർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ അറിയാം കറണ്ട് ഒഴുകുന്ന ആരെ പുറത്തുവിടാം? കണ്ടക്ടറിൻ്റെ പുറത്തുവിടാം. അപ്പോൾ കണ്ടക്ടറിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ആയി, കണ്ടക്ടറിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് വിചാരിച്ചു. ഓക്കെ. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം ഇയാൾ തിരിഞ്ഞിങ് ഇപ്പുറം പോകും. ശരിയല്ലേ? അയാൾ തിരിഞ്ഞ് ഇപ്പുറം പോകുമ്പോഴത്തേക്ക് ഈ സൈഡിലെ കറണ്ട് ഇപ്പം കണ്ടേ, ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. 180 ഡിഗ്രി കഴിയുമ്പോൾ ഇയാൾ കറങ്ങി ആരുടെ അടുത്ത് വരും? നോർത്ത് പോളിൻ്റെ. നോർത്ത് പോളിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ട എങ്ങോട്ടാ? മേളിലോട്ടാണ്. അപ്പം ആദ്യം ഇയാളുടെ കറണ്ട് താഴോട്ട്, 180 ഡിഗ്രി കഴിയുമ്പോൾ ഇയാളുടെ കറണ്ട് മേളിലോട്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് പറ്റി? ചേഞ്ച് ചെയ്തു, ഓപ്പോസിറ്റായി. എന്ത് വിളിക്കും ഇതിനെ? 180 ഡിഗ്രി കഴിയുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് വിളിക്കും? ഈ എ സി എന്ന് വിളിക്കുമെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കുക. എ സിയുടെ വേവ് ഫോം നിങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ. ഇതാ ഇങ്ങനെ കറണ്ടിൻ്റെ വേവ് ഫോം വരയ്ക്കുന്നതെന്ന് വിചാരിച്ചോ. 0, 90, 180. 0 to 180 വരെ പോസിറ്റീവ്. 180 കഴിഞ്ഞാൽ ഡയറക്ഷൻ അങ്ങ് മാറി, നെഗറ്റീവ് അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് ഇ എം എഫ് ഇൻഡ്യൂസ് ആവുന്നത്? എ സിയാണ്. എ സി വോൾട്ടേജ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ എ സി കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് എന്തുവാ? എന്ത് മെഷീൻ എന്നാണ് പറഞ്ഞത്? ഡി സി മെഷീൻ. അപ്പോൾ ഈ എ സിനെ എന്താക്കണം? ഡി സി ആക്കണം. എന്ത് പ്രോസസ്സ് നടത്തും? കൺവേർഷൻ ഓഫ് എ സി ടു ഡി സി ഈസ് കോൾഡ്, അല്ല പ്രോസസ്സിൻ്റെ പേരാ. എ സിയെ ഡി സി ആക്കുന്ന പ്രോസസ്സിൻ്റെ പേര് റെക്ടിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു റെക്ടിഫയറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണ്. അപ്പം എ സി ഈസ് കൺവേർട്ടഡ് ടു ഡി സി ബൈ എ റെക്ടിഫയർ. എഴുതണ്ട. പക്ഷേ ഒരു ഇലക്ട്രോണിക് റെക്ടിഫയർ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആരും കൂടി ഇരുന്ന് കറങ്ങും? ആ റെക്ടിഫയർ ഇവിടെ ഇരുന്ന് കറങ്ങും. ഇയാളെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാൻ ആളുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാവരെയും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റെക്ടിഫയറിനെയും കൂടെ എടുത്ത് എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. ഇയാൾ ഒരു സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. നിങ്ങളൊരു മറ്റേ നൂലിനകത്തൊരു സംഭവം കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുമ്പം ഒരേ വെലോസിറ്റി കറക്കിക്കൊണ്ടിരുന്ന അത് ആ ഡയറക്ഷൻ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും വെലോസിറ്റി കുറച്ചാൽ എന്ത് പറ്റും? അത് അതിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്, വെളിയിലോട്ട് തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നൊക്കെ മെക്കാനിക്കലുകാർ ആ സുവർണ്ണ കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഈ വൃത്തികെട്ട വാക്കുകളൊക്കെ കേട്ടെ ഉണ്ടോ? അപ്പോൾ ആ പ്രശ്നം ഇവിടെ ഉണ്ടാവും. ആര് തെറിച്ചു പോവും? ഇല്ല, റെക്ടിഫയർ സർക്യൂട്ട് അങ്ങ് തെറിച്ചു പോകും, പ്രോപ്പറായിട്ട് അവിടെ പിടിച്ചിരുത്തിയില്ലെന്നുണ്ടെങ്കിൽ. അങ്ങനൊരു ഇലക്ട്രിക്കൽ റെക്ടിഫയർ ഇവിടെ കൊണ്ട് വെക്കുന്നത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ സോൾഡർ ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഇങ്ങനെ ഇരുന്ന് കറങ്ങി കഴിഞ്ഞാൽ ആ സാധനമൊക്കെ ചിലപ്പം അതിനകത്തുള്ള കമ്പോണൻസ് അതിനകത്ത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് കറങ്ങുന്ന ഒരു മനുഷ്യനെ നമുക്ക് താല്പര്യമില്ല. പക്ഷേ എ സി എന്താക്കണം? ഡി സി ആക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിക്കലുകാരെ സഹായിക്കാൻ വേണ്ടി ആര് വരും? മെക്കാനിക്കലുകാർ വരും. റെക്ടിഫിക്കേഷൻ ഇലക്ട്രിക്കലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ ഇസ് ഡൺ മെക്കാനിക്കലി. മെക്കാനിക്കൽ റെക്ടിഫിക്കേഷൻ, ഒറ്റ വാക്ക് പറ, കമ്മ്യൂട്ടേഷൻ. ഓക്കെ ആണ്. അപ്പം ഇൻ എ ഡി സി മെഷീൻ ദ എ സി പവർ ജനറേറ്റഡ് അല്ലെങ്കിൽ എ സി കറണ്ട് ജനറേറ്റർ ഈസ് കൺവേർട്ടഡ് ടു ഡി സി ബൈ mechanical rectification. Mechanical rectification is otherwise called commutation. Mechanical rectification നമ്മൾ commutation എന്ന് വിളിക്കും. അപ്പോൾ the process by which AC power generated അല്ലെങ്കിൽ AC current generated is converted to DC current in a DC machine is called commutation. അപ്പോൾ ആ കമ്മ്യൂട്ടേഷൻ ചെയ്യുന്ന ആളെയും കൂടെ ഇതിൻ്റെ അറ്റത്ത് വരയ്ക്കണം. ഇങ്ങനെയൊക്കെ ചുമ്മാ വരയ്ക്കുന്നതാണ്. കമ്മ്യൂട്ടേറ്റർ പന്ത് പോലൊന്നും അല്ല ഇരിക്കുന്നത്. കമ്മ്യൂട്ടേറ്ററിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു റോഡ് എടുത്തിട്ട് നമ്മളെ കിറ്റ്കാറ്റ് ഇല്ലയോ, കിറ്റ്കാറ്റിനെ ഓരോരോ കഷ്ണമായിട്ട് ഇളക്കി എടുത്തൂടെ, അങ്ങനെ ഒരു 10 എണ്ണം ഇതിൻ്റെ ചുറ്റും ഒട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും?
അത് കണക്കാണ് കമ്മ്യൂട്ടേറ്റർ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്. രണ്ടെണ്ണേ ഉള്ളെന്നുള്ള രീതിയിലാണ് ഇവിടെ അത് വരച്ചേക്കുന്നത്. കാര്യമൊന്നുമില്ല. എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കറണ്ട് ഒരു ഹാഫ് സൈക്കിൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. ഓക്കെ ആണ്. പോസിറ്റീവ് ആയിരുന്ന ആൾ നെഗറ്റീവ് ആവും. പക്ഷെ നമുക്ക് വേണ്ടത് എന്ത് കറണ്ട് തന്നെ? പോസിറ്റീവ് കറണ്ട് തന്നെ. അപ്പം നെഗറ്റീവിനെ ഒന്നും കൂടെ നെഗറ്റീവ് ആക്കിയിട്ടാണ് ഈ പോസിറ്റീവ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് തന്നെ? എ സി തന്നെ. പക്ഷേ ഇത് വെളിയിലോട്ട് എടുത്തുകൊണ്ട് പോയി കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിൽ എന്തായിട്ട് തോന്നിയാൽ മതി? ഡി സി ആയിട്ട് തോന്നിയാൽ മതി. അതായത് വെളിയിലോട്ട് എടുത്തുകൊണ്ട് പോകുന്ന കറണ്ട് എപ്പോഴും ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്താൽ മതി. ഈ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം സൗത്ത് പോളിൻ്റെ ഇൻഫ്ലുവൻസ് ഇരിക്കുമ്പോൾ ഇയാളുടെ കറണ്ട് താഴോട്ടാണെങ്കിൽ ഇയാൾ കറങ്ങി നോർത്ത് പോളിൻ്റെ അടുത്തെത്തുമ്പോൾ സൗത്ത് പോളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നോർത്ത് പോൾ. കറണ്ട് റിവേഴ്സ് ചെയ്യും, ഒരു സംശയം വേണ്ട. പക്ഷേ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ കറണ്ട് റിവേഴ്സ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ എ ബി എന്ന് രണ്ട് പേരെഴുതിയാൽ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഇവിടെ എയും ബിയും ആണ്. പടം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഇവിടെ എയും ബിയും ആണെങ്കിൽ കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ യവന്മാരും അങ്ങ് തിരിയും. ബി ഇപ്പുറത്തും എ ഇപ്പുറത്തും ആവും. അപ്പോൾ യഥാർത്ഥ കറണ്ടിന് എന്ത് ഇട്ട് കൊടുത്ത പോലെ തോന്നും? ഒരു നെഗറ്റീവും കൂടെ. കറണ്ട് ഡയറക്ഷൻ ഇവിടെയും ചേഞ്ച് ചെയ്ത് ഇവിടെ ഒന്നും കൂടെ ചേഞ്ച് ചെയ്ത്. അങ്ങനെ നോക്കുമ്പോൾ കറണ്ട് ഡയറക്ഷൻ എന്തില്ല എന്ന് തോന്നും? ചേഞ്ച് ഇല്ല എന്ന് തോന്നും. മൈനസ് ഓഫ് മൈനസ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ മാത്രമാണ് അത് പോസിറ്റീവ്. യഥാർത്ഥത്തിൽ ആ കറണ്ട് പോസിറ്റീവ് ആവുന്നൊന്നുമില്ല. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ വെളിയിൽ കണക്ട് ചെയ്യുന്നത്, ഇത് കൊണ്ടുപോയി ഒരു ഡി സിയിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ബൾബിൽ കണക്ട് ചെയ്താൽ ആ ബൾബിന് തോന്നും ആ കറണ്ട് എപ്പോഴും ഒരു ഡയറക്ഷനിലാണെന്ന്. അല്ലാതെ അത് ഡയറക്ഷൻ മാറ്റമൊന്നുമില്ല. ആ കറണ്ടിനെ എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകുന്ന ആൾ, കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കറണ്ടിനെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ആളുടെ പേരാണ് ബ്രഷ്. ആരാ കമ്മ്യൂട്ടേറ്റർ? മെക്കാനിക്കൽ റെക്ടിഫിക്കേഷൻ നടപ്പിലാക്കുന്ന ഡിവൈസാണ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ ആണ്. അപ്പോൾ അവിടെ എഴുതണം, ഇലക്ട്രിക്കൽ റെക്ടിഫിക്കേഷൻ ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. ഇലക്ട്രിക്കൽ റെക്ടിഫിക്കേഷൻ ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ in a rotating machine. Electrical rectification is not practically possible in a rotating machine. അതുകൊണ്ടാണ് ഏത് വേണ്ടി വരുന്നത്? Therefore mechanical rectification is used. മൂവ്മെന്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത റെക്ടിഫിക്കേഷൻ. Therefore mechanical rectification is used. ആ പ്രോസസ്സിൻ്റെ പേര് കമ്മ്യൂട്ടേഷൻ, ഡിവൈസിൻ്റെ പേരോ അത് നടത്തുന്ന ആളുടെ പേര് കമ്മ്യൂട്ടേറ്റർ. ദ ഡിവൈസ് യൂസ്ഡ് ഇസ് കോൾഡ് കമ്മ്യൂട്ടേറ്റർ. ദ ഡിവൈസ് യൂസ്ഡ് ഇസ് കോൾഡ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുമ്പോൾ ഒരാളാണെന്ന് വിചാരിക്കലും നമ്മുടെ ആ കിറ്റ്കാറ്റ് പോലെ പല 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 സെഗ്മെൻ്റ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഡിവൈസ് ഇസ് കോൾഡ് കമ്മ്യൂട്ടേറ്റർ. ഇറ്റ് ഈസ് യൂഷ്വലി സീൻ ഇൻ സെക്കൻഡ്സ്. സെക്കൻഡ്സ് അല്ല, സെഗ്മെൻറ്റ്സ്. യൂഷ്വലി സീൻ ഇൻ സെഗ്മെൻറ്റ്സ്. പല പല സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് കമ്മ്യൂട്ടേറ്റർ ഇരിക്കുന്നത്. സീൻ ഇൻ സെഗ്മെൻറ്റ്സ്. ഒരു ഫുൾ സ്ട്രക്ചറായിട്ടല്ല ഇരിക്കുന്നത്, കുറേ കുഞ്ഞി 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 സെഗ്മെൻറ്റ്, SEGMENT, സെഗ്മെൻ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്തുവാ? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. പക്ഷേ എങ്ങനെയാണ് EMF ഉണ്ടാവുന്നത്? അത് എഴുതിയായിരുന്നോ? വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നും പറഞ്ഞ് എഴുതിയായിരുന്നോ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലാതെ ഈ കാര്യമൊക്കെ എഴുതിയാൽ കറങ്ങുമ്പോൾ EMF ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഇല്ലല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ചുമ്മാ എഴുതി വെക്കാം, ഓർക്കാൻ വേണ്ടി മാത്രം. വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു. എഴുതിയായിരുന്നു. കണ്ടക്ടർ ഈസ് മതി. EMF ഈസ് ഇൻഡ്യൂസ്, അത്ര മതി. EMF ഇൻഡ്യൂസ് അത് മതി, അതിനിപ്പോൾ എഴുതണ്ട. അപ്പം വർക്കിംഗ് പ്രിൻസിപ്പിളും ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കിതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. മെഷീനകത്ത് കൺസ്ട്രക്ഷൻ ഓഫ് എ DC മെഷീൻ. കൺസ്ട്രക്ഷൻ ഓഫ് എ DC മെഷീൻ. കൺസ്ട്രക്ഷൻ ഓഫ് എ DC മെഷീൻ എന്ന് പറഞ്ഞ് DC മെഷീൻ എന്നാണ് ഞാൻ പറഞ്ഞത്, DC ജനറേറ്റർ എന്നല്ല. കാരണം DC ജനറേറ്ററിൻ്റെയും മോട്ടറിൻ്റെയും കൺസ്ട്രക്ഷൻ സെയിമാണ്. ഒരേ മെഷീനെ തന്നെ മോട്ടറായിട്ടും ജനറേറ്ററായിട്ടും ഉപയോഗിക്കുന്നു. The construction of DC generator and motor is same. മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുത്താൽ ആ മെഷീൻ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും. അതേ മെഷീൻ ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുത്താൽ ആ മെഷീൻ മോട്ടറായിട്ട് ആക്ട് ചെയ്യും.
നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് മെക്കാനിക്കൽ ആണെങ്കിൽ അയാൾ ജനറേറ്റർ, കൊടുക്കുന്ന ഇൻപുട്ട് ഇലക്ട്രിക്കൽ ആണെങ്കിൽ അയാൾ മോട്ടർ.